ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നല്ലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ലൊരു സൺലൈറ്റൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അത് തന്നെ ആയാലും സിമ്പിളാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കണമായിരിക്കും. എങ്കിൽ പോലും ഞാൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോഡേൻ്റെ ബ്രൗൺ ബ്രെഡാണ്. നിങ്ങൾക്ക് മൈദയുടെയോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ബ്രൗൺ ബ്രെഡോ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ ബ്രെഡൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതാ ഇഷ്ടം അതനുസരിച്ച് എടുക്കുക. ഇപ്പോൾ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് സോൾട്ട് പെപ്പറും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഈസി റെസിപ്പിയാണ് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അതായത് കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഓണിയൻ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കെച്ചപ്പാണ്. ഞാനിവിടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു സോസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനുണ്ട്. പാനിലേക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആ എഗ്ഗ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ നമുക്ക് മുന്നോട്ട് ഓരോ വീഡിയോ ഒക്കെ ഇടാൻ. ഇതേപോലെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പി ആണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഈസിയാണ് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ മക്കളൊക്കെ ചിലപ്പോൾ പുട്ടും കടലയും വെള്ളയപ്പവും അതൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മളുടെ മെയിനായിട്ടുള്ള പലഹാരങ്ങളൊക്കെ കൊടുത്ത് അവർക്കും മടുക്കും. ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വെജിറ്റബിളൊക്കെ റോ ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കൊച്ചുങ്ങൾക്ക് കഴിച്ചോളും. അതായത് കുക്കുംബറൊക്കെ വളരെ നല്ല ബെനിഫിറ്റാണ് നമുക്ക് വേണ്ടത്. അതായത് ടൊമാറ്റോ, ഓണിയനൊക്കെ നല്ലതാണ്. ഓണിയനൊക്കെ പച്ചയോടെ കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ സാൻഡ്വിച്ചായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ പാനിൽ തന്നെ ഇത്തിരി ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എഗ് സാൻഡ്വിച്ചാണ്. കാണുമ്പോൾ വളരെ ഈസി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങളുടെ കയ്യിൽ കുറച്ച് മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ മസ്റ്റേർഡ് സോസൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റേർഡ് സോസൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനേലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ട് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.